നമുക്കെന്തോ ഒരു വാർത്താ ചാനൽ കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി പോയി ഇലക്ഷൻ വേണമെങ്കിൽ നിൽക്കാം. അത് ജനത്തിന് അറിയത്തില്ല, അവർ വോട്ട് ചെയ്യൂ, നമ്മൾ ജയിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ ഈ മറ്റെന്താണ് ഇതുകൊണ്ട് ഉപയോഗം എന്നുള്ളത് എനിക്ക് തന്നെ തിരിച്ചറിയുന്നില്ല. ഞാനിപ്പോൾ ശരിക്കും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലേക്ക് കുറച്ചുകൂടെ പഠനം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മറ്റൊരു ചില മേഖലയിലേക്ക് കയറി, അവിടെ കുഴപ്പമില്ല കേട്ടോ. ഈ യൂട്യൂബിലേക്ക് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും വേണേൽ നോക്കാവുന്നതാണ്. ഈ നമ്മളുടെ 24 ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ചാനൽ ഇപ്പം തന്നെ അപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡിസംബർ 8 അന്നാണ് ഈ 24 വന്ന വാർഷിക ദിനമാണ്. അന്ന് അത് കുറച്ചുകൂടെ ഒരു ഫുൾ ടൈം ഇംഗ്ലീഷ് വാർത്താ ചാനലായി പോകും, ഏഷ്യൻ ന്യൂസ് ചാനലായിട്ട് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ന്യൂസ് ചാനലായിട്ട് അത് മാറുകയാണ്. ഞാനത് ഇവിടെയാണ് ആദ്യമായി പറയുന്നത്. ശരിക്കും അത് നല്ല പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ നിൽക്കുന്ന വരുമാനം കൊണ്ട് ഒരു വാർത്താ ചാനൽ നടത്തും. ഇത് കഴിഞ്ഞാൽ നമുക്ക് കന്നഡയിലോ തെലുങ്കിലോ അറബിക്കിലോ ഹിന്ദിയിലോ ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേബിൾ ശൃംഖല വഴി ഈ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ഈ പ്രക്ഷേപകരെ നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകരുത്. കാര്യം ഈ പ്രക്ഷേപകരുടെ ഗതി ഏതാണ്ട് അധോഗതിയായിട്ടുണ്ട്. ഇവർ നടത്തുന്ന ചർച്ചകളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂടുതൽ കേൾക്കുകയാണ്. എൻ്റെ കാര്യത്തെക്കാളും എനിക്ക് തോന്നുന്ന കേരളത്തിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. ചിലതൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ഒരാൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ നിക്ഷേപകരോട് പറഞ്ഞ വാക്കുകൾക്കൊന്നും 10 പൈസയ്ക്ക് വില കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് എൻ്റെ ഒരു ആത്മവിമർശനമാണ്. കാര്യം അവരോട് നമ്മൾ ഇത്ര കോടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എത്ര കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ലാഭം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നമ്മളൊരു കൊല്ലം പറഞ്ഞില്ലേ, ആ കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 കൊല്ലമായി എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എനിക്കത് അവരെ കാണുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമമാണ്, എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ഏതെങ്കിലും ഒരു വണ്ടി എൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ നിക്ഷേപകരെ കുറിച്ച് ആലോചിക്കാറുണ്ട്. കാര്യം ഇവരോടുള്ള വാക്ക് പാലിക്കാതെ മരണപ്പെട്ടു പോയാലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത്. ഒരുപാട് സാങ്കേതികമായി നമ്മൾ മാറുകയാണ്. കേബിൾ രംഗത്തൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുന്നു. ഒരുപക്ഷെ നമ്മൾക്ക് നല്ല ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിനോദ ചാനൽ നമ്മൾ നടത്തണമെങ്കിൽ ഒരുപാട് സിനിമ വാങ്ങിച്ചു വെക്കണമായിരുന്നു. ഏഷ്യാനെറ്റൊക്കെ ആവറേജ് ഒരു 25-30 സിനിമ വാങ്ങുമായിരുന്നു. ഞാനൊക്കെ അവിടെ ഇരിക്കുമ്പോൾ സ്ഥിതി എത്തായിരുന്നു. ഇപ്പം എനിക്കറിയില്ല. ആ സിനിമയൊക്കെ വായിക്കാൻ ഒരു 150-200 കോടിയൊക്കെ വേണം. മോഹൻലാലിൻ്റെ സിനിമയൊക്കെ വളരെ വിലക്കൂട്ടി തന്നെ വാങ്ങിച്ചു. കാര്യം അത് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. 10 കൊല്ലത്തേക്ക് അവർ തരുമ്പം ഒരുപാട് കോടികൾ അവർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനലിൽ സിനിമ ആവശ്യമില്ല. സിനിമ OTT പ്ലാറ്റ്ഫോം വഴി നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലൊക്കെ പോയി ആൾ കണ്ടോളും. സിനിമ വേണമെന്നില്ല. ഫ്ലവേഴ്സ് തുടങ്ങിയപ്പോൾ സിനിമയില്ലാത്ത ചാനൽ എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ കളിയാക്കുമായിരുന്നു. ഇപ്പോൾ എന്നോട് ആരും പറയുന്നില്ല സിനിമ വേണമെന്ന്. കാര്യം സിനിമ കാണാൻ അവർക്ക് ഒരുപാട് അവസരമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം ഒരു 250-260 സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലൊരു 4, 5, 7 സിനിമയായിരിക്കും ലാഭകരമായിട്ട് പോകുന്നത്. ബാക്കി സിനിമയൊക്കെ ഏതെങ്കിലും നിർമ്മാതാവിനെ കുത്തുവാള എടുപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരിക്കൽ ഒരു അനുഭവം എനിക്കുണ്ടായത്, ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു പ്രൊഡ്യൂസറെയും കൂട്ടി എനിക്ക് അറിയാവുന്ന എൻ്റെ നാട്ടിലുള്ള ഒരാൾ അവിടെ ഓഫീസിൽ കയറി വന്നു. ഇങ്ങനെ ആത്മഹത്യയുടെ വക്കലാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ ഒരു സിനിമ പിടിച്ചു, വീടെല്ലാം ജപ്തിയിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അതിനകത്ത്. ഞാൻ സിനിമ ഇട്ട് നോക്കിയപ്പോൾ ഒരു ആവറേജ് താഴെയുള്ളൊരു സിനിമയാണ്. സംവിധായകനും കൂടെ ഉണ്ട്, ഒരു കോമഡി കഥാപാത്രം പോലെ അദ്ദേഹവും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് എത്ര പൈസ തന്നാലും നമുക്ക് നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ദിവസം നടന്നപ്പോൾ കയ്യെ വന്ന് പിടിച്ചാൽ പറ്റില്ലെന്ന് പറയുന്നൊരു സ്വഭാവം ഇടയ്ക്ക് എവിടെയോ കയറിയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു 12 ലക്ഷം രൂപ ഇവർ കൊടുത്തപ്പോൾ ഞാൻ അയാളൊരു കണ്ടീഷൻ പറഞ്ഞു, മേലിൽ നിങ്ങൾ സിനിമ പിടിക്കരുത്. അഥവാ നിങ്ങൾ സിനിമ പിടിച്ചാൽ ഈ മതിലുകെട്ട് കടന്ന് ഇപ്പുറത്ത് കയറി നിങ്ങളെ അടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് നിങ്ങളെ അടിച്ചിരിക്കും ഞാൻ. കാരണം എന്നെപ്പോലെയുള്ള ആൾക്കാർ 16-18 മണിക്കൂർ അധ്വാനിക്കുന്ന പണമാണ് ഈ 12 ലക്ഷം. നിങ്ങൾ തിരിച്ചറിയുക, അത് അടിച്ചു മാറ്റുകയാണ് നിങ്ങളിപ്പോൾ ചെയ്തത്. നിങ്ങൾ സ്നേഹബുദ്ധിയെ നിർബന്ധിച്ചും സമ്മർദ്ദപ്പെടുത്തിയും എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുമ്പോൾ അത്രയെങ്കിലും നിങ്ങളോട് തിരിച്ചു പറയണമെന്നുള്ളതുകൊണ്ടാണ്. കഷ്ടിച്ചൊരു 6 മാസം കഴിഞ്ഞില്ല. ഞാൻ നോക്കുമ്പോൾ ഇത്തിരിയുടെ താടിയൊക്കെ വളർന്ന് ഇയാൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇയാളെ മൈൻഡ് ചെയ്യാതെ അങ്ങ് കയറിപ്പോയി. ഇയാൾ എൻ്റെ കൂടെ അല്ല പേച്ച് വരുന്ന പോലെ, ചില എഴുന്നള്ളത്ത് കണ്ടില്ല ചില അമ്പലങ്ങളിൽ, അതുപോലെ പേച്ച് പോലെ എൻ്റെ കൂടെ അങ്ങ് വന്ന് മുറിക്കകത്ത് കയറി. ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. ഇല്ല, ഇത് 2ാമത്തെ അബദ്ധമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ബാക്കി വെച്ചിരുന്നൊരു അടിയുണ്ട്, അത് ഞാൻ കഥകിന് കുറ്റിയിട്ടിട്ട് ഇപ്പം തരുമെന്ന് പറഞ്ഞു. 5 മിനിറ്റിനാണ് നിങ്ങളിവിടെ സ്ഥലം കാലിയാക്കണമെന്ന് പറഞ്ഞു. ഒരു ചായ പറഞ്ഞു, കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. പിന്നീട് മെയിൻ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എല്ലാ ദിവസവും വാട്സപ്പിൽ നീണ്ടൊരു ഓലയങ്ങ അയക്കും. അങ്ങ് വലിയ മനുഷ്യനാണ്, പരമശിവൻ്റെ അവതാരമാണ്, കാരുണ്യക്കടലാണ്, അങ്ങ് ഒന്ന് ശ്രമിച്ചാൽ എൻ്റെ ആത്മഹത്യ ഒഴിവാക്കാം. ഞാനൊരു ദിവസം ഇയാളെ നേരിട്ട് കണ്ട പറഞ്ഞു നിങ്ങളെപ്പോലുള്ളൊരു മരിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ആത്മഹത്യ കൂടി ഉറപ്പാക്കും. അയാൾ പറഞ്ഞു നിങ്ങളെപ്പോലെ നിഷ്ഠൂരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരിത് ക്രെഡിറ്റായിട്ട് കിടന്നോട്ടുന്നു എൻ്റെ ജീവിതത്തിൽ.
നമ്മൾ ഒരുപാട് പേരെ സൂചിപ്പിച്ച് ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ളവരാണ്. നമ്മൾ എന്ത് നേടി? നമ്മൾ പലപ്പോഴും അപ്രിയമായ സത്യങ്ങൾ പറയാൻ താല്പര്യം കാണിച്ചവരല്ല. നമ്മൾ ഒരാളെ കാണുമ്പോൾ വെറുതെ പ്രശംസിക്കാനൊക്കെ താല്പര്യം കാണിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് പേരങ്ങനെ നയിച്ചു പോയിട്ടുണ്ടാകും. ഒരുത്തിനും മിടുക്കില്ല, കഴിവില്ല, പ്രതിഭയില്ലെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് നമ്മൾ കാണിച്ചുകൂടാ എന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കാര്യമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്.